നമസ്കാരം, ഋഷിഭക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം ഓരോ രാശിക്കൂറുകാരുടെയും പുതുവർഷത്തിലെ തൊഴിൽപരമായിട്ടുള്ള അവസ്ഥ പരിശോധിച്ചു വരികയായിരുന്നു. മേടം മുതൽ കുംഭം വരെയുള്ള രാശിക്കാരുടെ തൊഴിൽ ഫലത്തെ പരിശോധിച്ചു കഴിഞ്ഞു. ഇന്ന് അതിന്റെ ബാക്കിയായിട്ട് മീനക്കൂറുകാരുടെ തൊഴിൽപരമായിട്ടുള്ള പുതുവർഷത്തെ പരിശോധിക്കേണ്ടതാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്ന് മീനക്കൂറുകാരുടെ 2024 തൊഴിൽ ഫലത്തെ പരിശോധിക്കാം. ചെറിയൊരു വീഡിയോ ആണ്, വീഡിയോ അവസാനം വരെ കാണുക. മീനക്കൂറിൽ വരുന്നത് പൂരിട്ടാതിയുടെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് 2024 തൊഴിൽപരമായിട്ട് അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള നിരവധി മാറ്റങ്ങൾ പ്രതീക്ഷിക്കേണ്ടതാണ്. പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവരും പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും തൊഴിലിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരുമൊക്കെ വർഷത്തിന്റെ ആദ്യ പകുതി തന്നെ തിരഞ്ഞെടുക്കേണ്ടതാണ്. എന്നാൽ 2024 മീനക്കൂറുകാരെ സംബന്ധിച്ച് തൊഴിൽപരമായി വലിയ മാറ്റങ്ങൾക്കൊന്നും ശ്രമിക്കാതിരിക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതുവരെയുള്ള ചുറ്റുപാടുകളെയും തൊഴിൽപരമായിട്ടുള്ള മേന്മകളെയും ഒക്കെ അതിലെ ത്യാഗങ്ങളെയും ഒക്കെ അഭിമാനകരമായി ഓർത്തെടുക്കാനുള്ള സാഹചര്യങ്ങൾ 2024 മീനക്കൂറുകാർക്കുണ്ടാകാം. തൊഴിലിൽ സമ്മർദ്ദമൊക്കെ അനുഭവിക്കുന്ന മീനക്കൂറുകാർ 2024 ആ സമ്മർദ്ദങ്ങളിൽ നിന്നൊക്കെ ഒറ്റ ആശ്വാസത്തിന് സാഹചര്യം ഉണ്ടാകും. തൊഴിൽ രംഗത്ത് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഒക്കെ ആയി ചേർന്ന് മനസ്സിന് ഉല്ലാസപ്രദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. അത് ഒട്ടൊക്കെ തൊഴിലിലെ സമ്മർദ്ദങ്ങൾക്ക് ആശ്വാസകരമാകുന്നതുമാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഒക്കെ വന്നു ചേരുമ്പോൾ അത് പരമാവധി പ്രയോജനപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് മീനക്കൂറുകാരുടെ 2024 തൊഴിൽപരമായിട്ടുള്ള അവസ്ഥ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.